സ്വന്തം ജീവിത സമ്പാദ്യങ്ങൾ ത്യാഗം ചെയ്തതിലൂടെ പ്രകാശൻ രക്ഷപ്പെടുത്തുന്നത് സ്വന്തം സഹോദരനായ മനോജിനെയും അവന്റെ ഭാര്യയെയും അവർക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിനെയുമാണ്. സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് പോലും ഇത്രയും വലിയ ത്യാഗത്തിന്റെ കഥയുണ്ടാവില്ല. അയ്യോ അയ്യോ കുറുപ്പ് സാറേ, ഓ ഞാനും എന്റെ ഭാര്യയും മകനും വഴിയാധാരാവും. കുടുംബത്തിൽ ഒന്ന് പിഴച്ചാ മതി, ആ കുടുംബം മുഴുവൻ വഴിയാധാരാവും. നിന്റെ അനുജനെ നേരെ ചൊവ്വെ വളർത്തിയിരുന്നെങ്കിൽ നിനക്ക് നിന്റെ കുടുംബം നഷ്ടമാവില്ലായിരുന്നു. പ്രകാശ, നിന്റെ കള്ളക്കഥകൾ കേട്ട് വിശ്വസിക്കാൻ ഞാൻ നിന്റെ തന്ത മാധവൻ നായരെ പോലെ ഒരു കിഴങ്ങനല്ല. ഇത് കരുണാകരക്കുറുപ്പാണ്. മോഷ്ടിച്ചും പിടിച്ചു പറിച്ചും ഉണ്ടാക്കുമ്പോ ആലോചിക്കണമായിരുന്നു, എല്ലാം ഒരു നാൾ കൈവിട്ടു പോകുമെന്ന്. എന്നെ പ്രകാശ, നീ ജീവിതത്തിൽ ഇന്നേ വരെ ആരോടാ നീതി പുലർത്തിയിട്ടുള്ളത്? അച്ഛനോടോ, അമ്മയോടോ, സ്വന്തം സഹോദരങ്ങളോടോ? എടാ, അവരുടെയൊക്കെ പ്രാക്കുദോഷം നിന്റെ തലയിൽ ഇടുത്തി പോലെ വീണതാണ് പ്രകാശ. നീ എന്നോടും കൂടെ ഇപ്പറക്കി കളിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ ഞാൻ നീ ഉടായ്പ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്ററായി പോയ വിവരം നീ അറിഞ്ഞില്ല. വീടും കൂടും നഷ്ടപ്പെട്ട് നിൽക്കുന്ന നിന്നെ ഞാൻ ഒരു ചായ സൽക്കാരത്തിന് ക്ഷണിക്കാത്തത് ഉചിതമല്ല. അത് നിനക്ക് ഇറങ്ങില്ല, തൊണ്ടയിൽ നിന്ന് അവിടെ ഇറങ്ങില്ല. നീ പോ, പ്രകാശം പൊക്കോ, ചെല്ലേ. നിക്ക്, എന്നാ നിങ്ങളകത്തേക്ക് പോയാട്ടെ. ശരി, ഇത് കൊണ്ടുപോയി ലോക്കറിൽ വച്ചാട്ടെ. ഓക്കെ, ആ ചെല്ലേ. അതെ, ഞാൻ മുൻപ് സൂചിപ്പിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാലും ഒന്നുകൂടി പറയാം. കുറച്ചു കാലം മുമ്പ് വന്ദനയും ജഗനെയും തമ്മിൽ തെറ്റിച്ചു തരാമെന്ന വാക്കിന്മേൽ ഒരു 5 ലക്ഷം രൂപ പ്രകാശൻ എന്റെ നിന്നും വാങ്ങിയിട്ടുണ്ട്. എനിക്ക് കുറുപ്പ് സാറിന് തരാൻ എന്റെ കയ്യിലൊന്നും ബാക്കിയില്ല. എല്ലാ സ്വത്തുക്കളും ഞാൻ ഏൽപ്പിച്ചു കഴിഞ്ഞിരിക്കുക. പ്രകാശന്റെ കയ്യിൽ നിന്നും ഞാൻ പിടിച്ചെടുത്തതെല്ലാം ഞാൻ തിരികെ തരാം. എന്റെ കയ്യിൽ നിന്നും 5 ലക്ഷം രൂപ തട്ടാൻ വേണ്ടി അന്ന് പ്രകാശൻ പറഞ്ഞ കള്ളം, അത് സത്യമാക്കി തരണം. മനസ്സിലായില്ല. വന്ദനയും ജഗനെയും തമ്മിൽ തെറ്റിച്ചു തരണം. പറ്റുമോ നമുക്ക്? അങ്ങനെ ചെയ്ത പ്രകാശൻ വാങ്ങിയ 5 ലക്ഷം ഞാൻ മറന്നേക്കാം. തിരിച്ചു തരണ്ട. മനോജിന് പ്രകാശൻ കൊടുക്കാനുള്ള തുകയുടെ ബാധ്യതയും ഞാൻ ഏറ്റെടുത്തോളാം. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും പ്രകാശിന്റെ വസ്തുവിന്റെ ആധാരവും തിരിച്ചു വരുമല്ലോ. വന്ദനയും ജഗനെയും തമ്മിൽ തന്ത്രപരമായി തെറ്റിക്കണം. എനിക്ക് എന്റെ മകൻ ജഗനെ പഴയതുപോലെ തിരിച്ചു കിട്ടണം. വന്ദനയും ജഗനും തമ്മിൽ ഇപ്പൊ പഴയതുപോലെയല്ല. ഒട്ടും കളങ്കമില്ലാത്ത ആത്മാർത്ഥമായ ബന്ധമാണ് അവർ തമ്മിലുള്ളത്. അതൊക്കെ നിന്നേക്കാൾ കൂടുതൽ എനിക്കറിയാം. എന്നാലും അവരെ തമ്മിൽ തെറ്റിക്കാൻ ഞാൻ ശ്രമിച്ചു നോക്കാം. ഹലോ, നോക്കാമെന്നല്ല, അകറ്റിയിരിക്കണം. കാര്യം നടന്നു കഴിഞ്ഞാ പ്രകാശന്റെ പ്രശ്നം മുഴുവൻ തീരും, അറിയാലോ. കാര്യം നടന്നില്ലെങ്കിൽ പ്രകാശനും കുടുംബവും തെരുവിൽ കിടന്ന് തെണ്ടി തിന്നേണ്ടി വരും. ഏത് വേണമെന്ന് പ്രകാശൻ തന്നെ തീരുമാനിക്കുക.
പ്രകാശൻ ഒരു ബന്ധുവെന്ന നിലയിലാണ് ഇതുവരെ എന്നോട് പെരുമാറിയിട്ടുള്ളത്. പിന്നെ ഒരു വിഡ്ഢിയാണെന്ന നിലയിലും പെരുമാറിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോ ഒരു രാഷ്ട്രീയക്കാരനായ കുറുപ്പിന്റെ മുന്നിലാണ് പ്രകാശ് ഇരിക്കുന്നത്. എനിക്കറിയാം സാർ, തന്ത്രങ്ങൾ പഠിച്ച ഒരു ചാണക്യന്റെ മുമ്പിലാണ് ഞാനിരിക്കുന്നത്. ആ മോനെ, നീ രാവിലെ വർക്ക്ഷോപ്പിൽ പോയി പണി തുടങ്ങാൻ നോക്ക്. ചന്ദ്രുവിനെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകണം. അത് കഴിഞ്ഞ് ഞാനങ്ങ് എത്തിക്കോളാം. ആ ചെല്ലേ. വിനുവേട്ടാ, ഊണെടുക്കാതെയാണോ പോകുന്നത്? അതെ, ഞാൻ പറഞ്ഞ സാധനങ്ങൾ വാങ്ങാൻ മറക്കല്ലേ. ആ പിന്നെ വർക്ക്ഷോപ്പിൽ നിക്കുമ്പോഴേ എപ്പോഴും പുറത്തേക്കൊരു കണ്ണ് വേണം. കേസി തോറ്റ് തൊപ്പിയിട്ട പകയായി നടക്കുക പ്രകാശേട്ടനും മനോജേട്ടനും. എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാക്കാൻ വന്നെന്നിരിക്കും. അവരോട് അടിക്കാനും പിടിക്കാനൊന്നും പോണ്ട. അച്ഛാ, അമ്മയെ ഞാൻ ആശുപത്രി കൊണ്ടുപോയിക്കോളാം. അച്ഛനും കൂടെ മെനക്കെടേണ്ട ആവശ്യമില്ലല്ലോ. ശരിയാ, വർക്ക്ഷോപ്പിൽ പിടിപ്പത് പണിയുള്ളതല്ലേ, അത് മുടക്കണ്ട. ഞാനും മീനാക്ഷിയും കൂടെ പോയിക്കോളാം. അത് ശരിയാവില്ല. ഡോക്ടറോട് ചന്ദ്രുവിന്റെ രോഗവിവരങ്ങൾ വിശദമായി പറയണമെങ്കിൽ ഞാൻ തന്നെ വേണം. മീനാക്ഷി മോക്ക് ഇവിടെ പിടിപ്പത് പണിയുണ്ടാവുമല്ലോ. അല്ല,